എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്നവർ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും. ഈ വീഡിയോ കാണുന്നത് ഒരിക്കലും യാദൃച്ഛികമല്ല, അത് യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഓക്കെ, ഇത് അത്ര സിമ്പിളാണ്. പക്ഷെ എത്ര പേരാണ് ഇത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? യൂണിവേഴ്സ് പറയുന്നു, യൂണിവേഴ്സ് ഒരു രഹസ്യം നമ്മളോട് പുഞ്ചിരിച്ചുകൊണ്ട് പങ്കുവെക്കുകയാണ്. എന്താണ്? നിന്റെ ചിന്തകൾ, നിന്റെ വിശ്വാസങ്ങൾ, നിന്റെ എനർജി, ഇവയാണ് നിങ്ങളുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നത്. പക്ഷെ ഇത്രയും സിമ്പിളായ ഒന്നാണ് അതിൻ്റെ പവർ നമ്മൾ അതിനെ അവഗണിക്കുന്നത്. നിങ്ങളെ ഞാൻ ഇന്ന് ഒരു സത്യത്തിലേക്ക് കൊണ്ടുപോകാം. എന്താണ് ആ സത്യം? ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ. യൂണിവേഴ്സ് എങ്ങനെ നമ്മുടെ എനർജി ഉപയോഗിച്ച് നമ്മുടെ ഭാഗ്യങ്ങൾ നമുക്ക് വേണ്ടി കൊണ്ടുതരുന്നു എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം. ഓക്കെ, എന്താണ് ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ അറിയാമോ നിങ്ങൾക്ക്? ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ക്വാണ്ടം തലത്തിൽ, അതായത് എനർജി ലെവൽ ആയിരിക്കും നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത് എന്നതാണ്. ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് നമ്മളെ ചുറ്റിയിരിക്കുന്ന എല്ലാ വസ്തുക്കളും എനർജി ആണെന്നാണ്. നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ എല്ലാം തന്നെ എനർജി ആണെന്നും അത് പ്രകൃതിയുമായി സംവദിക്കുകയാണെന്നും ക്വാണ്ടം സയൻസ് പറയുന്നു. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ചിന്തകൾ, എനർജി, എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതാണ് നിങ്ങൾ ഇപ്പോൾ ആകുന്നത്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് വിശ്വസിക്കുന്നത്, അത് നമ്മളായി മാറുകയാണ്. ഐ ആം അബൻഡന്റ് എന്ന വിശ്വാസം വൈബ്രേഷനായി പുറത്തു പോകുന്നു. അതാണ് അതുപോലെ അബൻഡൻസ് നിങ്ങൾക്ക് ആകർഷിക്കപ്പെടുന്നത്. നമ്മൾ ഐ ആം അബൻഡന്റ് എന്ന് പറയുമ്പം നമുക്ക് എല്ലാ സമ്പദ് സൗകര്യങ്ങളും സമ്പൽ സമൃദ്ധിയും എല്ലാം നമ്മളെ തേടി വരും. ആ ഒരു വൈബ്രേഷൻ മുകളിലോട്ട് പോയി ആ ഒരു വിശ്വാസത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒബ്സർവർ ഇഫക്റ്റ്. ക്വാണ്ടം സയൻസിൽ പറയുന്ന ഒരു പേരാണ് ഒബ്സർവർ ഇഫക്റ്റ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മാത്രമാണ് ആ കാര്യങ്ങൾ രൂപം കൊണ്ടത്. അതായത് നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ അവെയർനെസ്, ഫോക്കസ് ഈ ലോകത്തെ മാറ്റാൻ ശേഷിയുള്ളത് ആണെന്ന് സയൻസ് തന്നെ പറയുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ചിന്തകൾ, അതുപോലെ നമ്മുടെ ഈ ഒരു ഒബ്സർവേഷൻസ് ഒക്കെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഇൻറ്റൻഷൻ മാറ്റാനായിട്ടും നമ്മുടെ അവെയർനെസ്, നമുക്കൊരു അവെയർനെസ് കൊണ്ടുവരാനും നമുക്കൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടും നമ്മളെ സഹായിക്കുന്നു ക്വാണ്ടം സയൻസിലെ ഒബ്സർവർ ഇഫക്റ്റ്. ഓക്കെ, അതുപോലെ മൂന്നാമത്തെ പോയിന്റ് വൈബ്രേഷൻ മാച്ച്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. യാഥാർത്ഥ്യത്തിൽ ഒന്നും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ എനർജിയെ മാറ്റി നിങ്ങൾക്ക് വേണ്ടിയുള്ള റിയാലിറ്റിയുമായി മാച്ച് ചെയ്യുക മാത്രമാണ്. നമ്മുടെ വൈബ്രേഷൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ യൂണിവേഴ്സൽ എനർജിയുമായിട്ടുള്ള ഒരു വൈബ്രേഷനിൽ മാച്ച് ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാൽ അതൊരു എഫേർട്ട് അല്ല. എല്ലാവരും വിചാരിക്കും ഇതൊക്കെ ഇത്രയൊക്കെ ചെയ്യാൻ കുറേ എഫേർട്ട് എടുക്കും. ഇതൊന്നും ഒരു എഫേർട്ട് അല്ല, ഇതൊരു അലൈൻമെൻ്റ് ആണ്. ഓക്കെ, അലൈൻമെൻറ്റ്, അതായത് യൂണിവേഴ്സുമായിട്ട് ഉള്ള ഒരു അലൈൻമെൻറ്റിലൂടെയാണ് നമുക്കിതെല്ലാം സാധ്യമാവുന്നത്. നമ്മുടെ ഈ വൈബ്രേഷൻ മാച്ചിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ അലൈൻമെൻ്റ് ആണ്, യൂണിവേഴ്സുമായിട്ടൊരു അലൈൻമെൻറ്റിൽ നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് ആളുകൾ എന്നിട്ടും ചെയ്യാത്തത്? എന്തുകൊണ്ടാണ്? അത് വളരെ സിമ്പിളാണെന്ന് പറയും. അതുകൊണ്ടാണ് പലരും അതിനെ അവഗണിക്കുന്നത്. പിന്നെ കുറച്ച് വിഷ്വലൈസേഷൻ ചെയ്താൽ വിചാരിക്കും, ഞാനെല്ലാം വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്, എനിക്കെല്ലാം ലഭിക്കും. അതൊരു തെറ്റായ വിശ്വാസമാണ്. കാരണം നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കത്തില്ല. നമ്മുടെ വൈബ്രേഷൻ, നമ്മുടെ എനർജിയുടെ തലം യൂണിവേഴ്സിൻ്റെ എനർജിയുമായിട്ട് മാച്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയുള്ളൂ. ഓക്കെ,
അതുപോലെ ചില ആളുകളുണ്ട്, ഒരു ദിവസം ചെയ്യും, 2 ദിവസം ചെയ്യും, 3 ദിവസം ചെയ്യും, പക്ഷെ 4ാമത്തെ ദിവസം ചെയ്യില്ല. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയ വൈബ്രേഷൻ നിൽക്കാൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയ വൈബ്രേഷനിൽ നിൽക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഒരിക്കലും അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പം അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഡൗട്ട്. ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഡൗട്ട്, ഒരു ഫിയർ. ചില ആളുകൾ പറയും, ഇതൊക്കെ നടക്കുമോ മാഡം, എനിക്കൊരു പേടി തോന്നുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യൂണിവേഴ്സിനെ പ്രാർത്ഥിക്കാൻ എന്തിനാണ് പേടിക്കുന്നത്? ഓക്കെ, നമ്മളും നമ്മുടെ യൂണിവേഴ്സുമായിട്ടുള്ള ഒരു ബന്ധം വരുമ്പോൾ നമ്മുടെ ഭയം ഇല്ലാതാവുന്നു, നമ്മുടെ മാനസികമായ ടെൻഷൻസ് കുറയുന്നു, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നു. അപ്പോൾ ഡൗട്ട് ആൻഡ് ഫിയർ വളരെ വേഗം നമ്മുടെ വൈബ്രേഷനെ കുറച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നു. അപ്പോൾ ഒരിക്കലും നമുക്ക് ഡൗട്ടും ഫിയറും ഉണ്ടാകാൻ പാടില്ല. യൂണിവേഴ്സ് എന്താണ് പറയുന്നത് എന്നറിയാമോ? നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം വിശ്വസിക്കൂ. ആ വിശ്വാസം ഒരു സെക്കൻഡ് പോലും തളർത്തരുത്, തളരാൻ അനുവദിക്കരുത്. ഓക്കെ, ഒരു ചേഞ്ച് ഉണ്ടാവരുത്. നമ്മുടെ ഇന്നർ വേൾഡ് മാറ്റുമ്പോഴാണ് നമ്മുടെ ഔട്ടർ വേൾഡിലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, നമ്മുടെ ഇന്നർ ഹാപ്പിനെസ്, അതായത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ വൈബ്രേഷൻ എല്ലാം കറക്റ്റ് ആവുമ്പോഴാണ് നമുക്ക് പുറമേയുള്ള ഹാപ്പിനെസ് ലഭിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിനുള്ളിൽ നമ്മൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇന്നർ ബിലീഫ്. ഇന്നർ ബിലീഫ് എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ് യൂണിവേഴ്സിൻ്റെ നിയമം. എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? എനിക്കൊരു മെസ്സേജ് വന്നതാണ്, എനിക്ക് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ ലഭിക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ത്രീയുടെ വിശ്വാസം നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ വിശ്വസിക്കും തോറും അവർക്ക് നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അവർ പോസിറ്റീവായിട്ട് ചിന്തിച്ചോളൂ, എനിക്കിനി പോസിറ്റീവ് മാത്രമേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം സംഭവിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ് യൂണിവേഴ്സിൻ്റെ നിയമം. അതാണ് സ്റ്റെപ്പ് 1, ഇന്നർ ബിലീഫ്. സെക്കൻഡ്, വൈബ്രേഷണൽ മാച്ച്. നിങ്ങൾ ഭാഗ്യവാനാണെന്ന വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യകരമായ സംഭവങ്ങൾ വന്നു പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ലക്കിയാണ്, ഐ ആം സോ ലക്കി ഇങ്ങനെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ ചേഞ്ച് ചെയ്യും. നമ്മളെപ്പോഴും ലക്കിയായി തന്നെ ഇരിക്കും എല്ലാ കാലത്തും. അതുപോലെ നമ്മുടെ ഇമോഷണൽ അലൈൻമെൻ്റ് ആണ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എന്താണ്? എല്ലാ കാലത്തും ഫീൽ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം ഇപ്പോൾ തന്നെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഫീൽ ചെയ്യുക. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഫീൽ ചെയ്യുക. അതാണ് ഇമോഷണൽ അലൈൻമെൻ്റ് എന്ന് പറയും. 3ാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, യൂണിവേഴ്സ് ഇമോഷൻ വൈബ്രേഷൻ ക്യാപ്ചർ ചെയ്യുന്നു, വിഷ്വലൈസേഷൻ മാത്രമല്ല. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സ് നമ്മളെ എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസ്, എന്ത് ഫീലിങ്ങിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നൊക്കെ യൂണിവേഴ്സ് വാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ഇതെല്ലാം നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമുക്ക് ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് ആ ഒരു ജീവിതത്തിൽ നമ്മൾ ഫീൽ ചെയ്ത് ജീവിക്കുമ്പോൾ യൂണിവേഴ്സ് വിചാരിക്കും നമ്മൾ ഓൾറെഡി ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് നമ്മൾ കഴിയുന്നതെന്ന് വിചാരിച്ച് നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാക്കി തരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആളുകളോട് പറഞ്ഞു കൊടുത്താലും അവരെന്ത് ചെയ്യും? ഡൗട്ട് അവർക്ക് എല്ലാവർക്കും ഡൗട്ടാണ്. അവർ ഇഷ്ടപ്പെടുന്നത് എല്ലാം കേൾക്കും, വീഡിയോസും എല്ലാം കേൾക്കും, പക്ഷെ അവരൊന്നും ചെയ്യത്തില്ല. കൺസിസ്റ്റൻ്റ് ഇല്ലാതെ 2 ദിവസം ചെയ്യും, ഒരു കൺസിസ്റ്റൻസി ഇല്ല, പറയുന്ന 2 ദിവസം ചെയ്യും, 3 ദിവസം ചെയ്യും, 4ാമത്തെ ദിവസം എന്ത് ചെയ്യും? ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കാതെ വിട്ടുപോകുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പല ആളുകളും സാധിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളൊരു മെയിൻ കാരണം ഇതാണ്. 1 ദിവസം ചെയ്യും, 2 ദിവസം ചെയ്യും, 3 ദിവസം ചെയ്യും, 4ാമത്തെ ദിവസം ഇതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് വിട്ടുപോയാൽ ആരുടെ ആഗ്രഹങ്ങൾ സാധിക്കില്ല. നമ്മളെപ്പോഴും ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം. നമ്മൾ യൂണിവേഴ്സിൻ്റെ എനർജിയുമായിട്ടുള്ള വൈബ്രേഷൻ ഉയർത്തണം, നമ്മുടെ വൈബ്രേഷൻ്റെ തലം ഉയർത്തണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാവുകയുള്ളൂ. യൂണിവേഴ്സ് പറയും, എന്താണ് പറയുന്നത്? ഞാൻ ഒന്ന് മാത്രം കാണുന്നു, നിങ്ങളുടെ എനർജി.
നിങ്ങൾ എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അതാണ് ഞാൻ കൊണ്ടുവരുന്നത്. എന്താണ് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് അതാണ് നമുക്ക് യൂണിവേഴ്സ് കൊണ്ടുതരുന്നത്. അപ്പം നമ്മൾ നെഗറ്റീവ് തോട്ട്സ് വിചാരിച്ച് നമുക്ക് നെഗറ്റീവ് മാത്രം സംഭവിക്കും. പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ചിന്തിച്ചാൽ നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നടക്കും. നമ്മൾ എപ്പോഴും ചിന്തിക്കുക നമ്മൾ ലക്കിയാണ്, നമ്മൾ ഭാഗ്യവാനാണ്, നമുക്കെല്ലാം ഉണ്ട്. ആ ഒരു ഫീലിങ്ങിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കെല്ലാം വഴിയേ എത്തും. ഓക്കെ, അപ്പം ചില ആളുകൾ പറയും എനിക്ക് ഒരു കാര്യം എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വന്നാൽ അതിനെ തുടർന്ന് ഇങ്ങനെ കഷ്ടപ്പാടുകൾ മാത്രമാണ് മാടെന്ന്. അപ്പം ഞാൻ പറയും ഒരു കഷ്ടപ്പാട് വന്നാൽ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. ഇതെൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ചലഞ്ചാണ്, ഇതിനെ ഞാൻ നേരിടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ചലഞ്ചും നമ്മൾ നേരിടും. നല്ല സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ചിരിച്ചുകൊണ്ട് നേരിടുക. അപ്പോൾ എന്ത് ചെയ്യും, യൂണിവേഴ്സ് വിചാരിക്കും അവർ ഫുൾ നല്ല വൈബ്രേഷനിലാണ്, ഫുൾ ഹാപ്പി മൂഡിലാണ്, അവർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാം, അങ്ങനെ വിചാരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആരും എന്തെങ്കിലും ഒരു ചലഞ്ചസ് ജീവിതത്തിൽ വന്നാൽ തളരരുത്, മുന്നോട്ട് പോകുക. ഓക്കെ, അടുത്തത് എങ്ങനെ നമുക്കൊരു സിമ്പിൾ പ്രാക്ടീസ് ക്വാണ്ടം മാനിഫെസ്റ്റേഷനിൽ നമ്മുടെ റിയൽ ലൈഫിൽ എന്ത് പ്രാക്ടീസാണ് ചെയ്യേണ്ടതെന്ന്, എന്താണ് ചെയ്യേണ്ടത് അത് പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ, വളരെ ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കണേ. ഒന്നാമത്തെ പ്രാക്ടീസ്, ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് ഫീലിംഗ്. നമ്മൾ എപ്പോഴും നന്ദി പറയുക. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് നന്ദി പറയുക, നന്ദി പറയുക, അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡാണ് മെയിൻ തിങ്. നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, ധാരധാരയായി ഒഴുകിക്കൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിലോട്ട്. താങ്ക് യു യൂണിവേഴ്സ് ഫോർ വാട്ട് ഈസ് ഓൾറെഡി ഓൺ ദ വേ. അപ്പം നമുക്ക് യൂണിവേഴ്സിനോട്, ദൈവത്തിനോട്, എല്ലാവരോടും നന്ദി പറയാം. താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ് ഫോർ വാട്ട് ഈസ് ഓൾറെഡി ഓൺ ദ വേ. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? എല്ലാത്തിനും വന്നുകൊണ്ടിരിക്കുന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയാം. അതുപോലെ രണ്ടാമത്തെ പ്രാക്ടീസ് എന്താണ്, മോർണിംഗ് മിറർ ടോക്ക്. അതായത് നമ്മൾ രാവിലെ എണീറ്റിട്ട് കണ്ണാടിയിലോട്ട് നോക്കിയിട്ട് ഐ ആം ഓൾറെഡി ലിവിങ് മൈ ഡ്രീം ലൈഫ്. ഞാനിപ്പം ഓൾറെഡി എന്താണ്, എൻ്റെ ഡ്രീം ലൈഫിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് കണ്ണാടി നോക്കി പറയുക. ഓക്കെ, എന്താ പറയേണ്ടത്? കണ്ണാടി നോക്കിയിട്ട് ഞാനിപ്പോൾ ജീവിക്കുന്നത് എൻ്റെ ഡ്രീം ലൈഫാണ്, എൻ്റെ സ്വപ്നത്തിലൊരു ജീവിതമുണ്ട്, നല്ലൊരു വീട്, നല്ല കാറ്, നല്ല ഇഷ്ടം പോലെ സ്വത്ത്, നല്ലൊരു കുടുംബ ജീവിതം, നല്ല റിലേഷൻഷിപ്പ്, എല്ലാമുള്ള അടിപൊളി ഒരു ജീവിതത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അപ്പം ഞാനിപ്പം ആ ഒരു ലൈഫിൽ, ഡ്രീം ലൈഫിലാണ് ജീവിക്കുന്നതെന്ന് എന്നും കണ്ണാടി നോക്കി നമ്മളോട് തന്നെ പറയുക. ഓക്കെ, ഫീൽ ചെയ്യുക, ഫീൽ ഇറ്റ്, സേ ഇറ്റ്, ബിക്കം ഇറ്റ്. അതായത് നമ്മൾ ആദ്യം ഫീൽ ചെയ്യുക, പിന്നെ ഉറക്കെ പറയുക, പിന്നെ അത് നമ്മൾ സങ്കല്പിക്കുക. ഓക്കെ, അതുപോലെ പ്രാക്ടീസ് 3 എന്താണ്, സൈലൻസ് പ്ലസ് വിഷ്വലൈസേഷൻ. സൈലൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മെഡിറ്റേഷൻ ചെയ്യുക 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നന്നായി കണ്ണടച്ചിരിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, ബ്രീത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക, നെഗറ്റീവ് ചിന്തകളെ പുറത്തേക്ക് വിടുക, പോസിറ്റീവ് ചിന്തകളെ ഉള്ളിലേക്ക് എടുക്കുക. ഇങ്ങനെ ചെയ്ത് എന്നും ഡെയിലി ഒരു 10 മിനിറ്റ് ചെയ്താണല്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ ഒരു മാറ്റം വളരെ വലുതായിരിക്കും. അതുപോലെ വിഷ്വലൈസേഷൻ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വിഷ്വലൈസേഷൻ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചാൽ നമ്മൾ അതിനെ ആ ഒരു ആഗ്രഹത്തിൽ നമ്മൾ ജീവിക്കുകയാണ്, നമ്മൾ അതിനെ ഇമാജിൻ ചെയ്യുക, ഫീൽ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ആ ആഗ്രഹം സാധിക്കുമ്പോൾ നമ്മൾ അതിന് എന്താ പറയുക, ഇപ്പോൾ ഞാനിപ്പോൾ പറയാം, ചെറിയൊരു കാര്യം പറയുകയാണ്, ഒരു ബിരിയാണി ഒക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. നമുക്ക് ആ ഒരു ബിരിയാണി അന്ന് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു ബിരിയാണിയെ മനസ്സിൽ കാണുക, എന്നിട്ട് അതിനെങ്ങനെ ആ ബിരിയാണിയിലെ റൈസൊക്കെ ഇങ്ങനെ തൊടുന്നതായിട്ട് തോന്നുക, പിന്നെ അതിൻ്റെ സ്മെല്ല്, ആ ഒരു ബിരിയാണി നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ല് അനുഭവിക്കുക, അതിനെ ടച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് എന്ത് കാര്യം, ഇപ്പോൾ ഇത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ബിരിയാണിയുടെ കാര്യം പറഞ്ഞത്, വേറെ എന്ത് കാര്യം അങ്ങനെ ചെയ്യാം. ഒരു ജോലി, അല്ലെങ്കിൽ ഒരു വീട്, ഒരു കാറ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ എന്താണ് ആഗ്രഹങ്ങൾ, നമ്മുടെ മക്കളുടെ ഉയർച്ച. അപ്പം നമ്മൾ നമ്മുടെ മക്കളുടെ ഉയർച്ച കാണുകയാണെങ്കിൽ അവർ നന്നായിട്ട് പഠിക്കുന്നത്, അവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്ത് അവർക്ക് അംഗീകാരങ്ങൾ, ആദരവ് ലഭിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിൽ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗോളിനെ ടച്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ മനസ്സിൽ തന്നെ ടച്ച് ചെയ്യാൻ പറ്റും. അത് പിന്നീട് റിയൽ ലൈഫിൽ ആ ഒരു ഗോള് റിയലായിട്ട് മാറും. ഓക്കെ,
അതുപോലെ പ്രാക്ടീസ് 4 എന്താണ്? ആക്ട് ആസ് ഇഫ്. നിങ്ങളുടെ എനർജറ്റിക് ബിഹേവിയർ ഇന്നത്തെ ദിവസം തന്നെ മാറ്റുക. നിങ്ങളുടെ ഫ്യൂച്ചർ വേർഷൻ പോലെ നിങ്ങൾ ഇപ്പോൾ തന്നെ ജീവിക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ എനർജി ലോ ആണെങ്കിൽ ആ കംപ്ലീറ്റ് എനർജി ബിഹേവിയർ നമ്മൾ മാറ്റിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ഇപ്പോൾ തന്നെ ജീവിക്കുക. മനസ്സിലായോ? പ്രാക്ടീസ് 4 അതാണ്. ആക്ട് ആസ് ഇഫ്. നിങ്ങളുടെ എനർജറ്റിക് ബിഹേവിയർ ഇന്നത്തെ ദിവസം തന്നെ മാറ്റുക. എന്നിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഇപ്പോൾ തന്നെ നമ്മൾ ജീവിച്ചു തുടങ്ങുക. മനസ്സിലായോ? അങ്ങനെ ചെയ്താൽ നമുക്ക് ഏറ്റവും ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ വേഗം സാധ്യമാകാനും നമ്മുടെ ആ എല്ലാ ഡ്രീം ലൈഫിൽ നമുക്ക് എത്തിച്ചേരാനും സാധിക്കും. അതുപോലെ ഒരു സാധാരണ സ്ത്രീ, ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. ഒരു സാധാരണ സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് എപ്പോഴും ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു, പണം ഇല്ലായിരുന്നു, ആത്മവിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഈ ക്വാണ്ടം മാനിഫെസ്റ്റേഷൻസ് ദിനം പ്രതി ചെയ്തു. ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ ദിനം പ്രതി, ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ദിനം പ്രതി ചെയ്തപ്പം ഇന്ന് അവർക്ക് സ്വന്തമായി ഭവനമുണ്ട്, കുടുംബസുഖമുണ്ട്, ഫാമിലി ഇതുണ്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒന്നുമില്ല, കംപ്ലീറ്റ് സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ഉണ്ട്, അബൻഡൻസ് ഉണ്ട്, സമ്പൽ സമൃദ്ധി എല്ലാം നേടി അവർ ഭയങ്കരമായിട്ട് അവർ ഹാപ്പിയുള്ളൊരു ലൈഫിലോട്ട് എത്തിച്ചേർന്നു. അതായത് ഈ ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു ഡ്രീം ലൈഫിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഞാൻ വൈബ്രേറ്റ് ചെയ്തതുപോലെ യൂണിവേഴ്സ് മറുപടി പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ വിചാരിക്കുന്ന ഐ ആം സോ ലക്കി, ഐ ആം ഹാപ്പി, എപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് എപ്പോഴും ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു, ഞാൻ എപ്പോഴും ഭാഗ്യവതിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ യൂണിവേഴ്സ് നമുക്കത് തന്നെ തന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും സാധിച്ചത് എന്തുകൊണ്ടാണ്? യൂണിവേഴ്സിൻ്റെ ഒരു കോളാണ്, ഫൈനൽ കോളാണ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് യുവർ സൈൻ. നിങ്ങളുടെ എനർജി മാറ്റുക, നിങ്ങളുടെ വൈബ്രേഷൻസ് ഉയർത്തുക. ആശയവും ഭയവും ഒരേ സമയത്ത് ആഗ്രഹം ഉണ്ടാകരുത്, ഭയം ഉണ്ടാകരുത്. ആഗ്രഹത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ഭയം മാറ്റി വെക്കുക. ഓക്കെ, ഭയവും ആഗ്രഹവും വെച്ചുകൊണ്ട് വൈബ്രേറ്റ് ചെയ്യരുത്, അപ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? പിന്നെ എങ്ങനെ ചെയ്യണം? നമ്മുടെ ഭയം മാറ്റിയിട്ട് ആഗ്രഹത്തെ മുന്നിൽ നിർത്തുക. അങ്ങനെ ചെയ്ത് വൈബ്രേഷൻ നമ്മൾ മുകളിലേക്ക് വിട്ടാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധിക്കും. യൂണിവേഴ്സിൻ്റെ വൈബ്രേഷൻ ലോ ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഫീൽ ഇറ്റ് ഫസ്റ്റ്. ആദ്യം ഫീൽ ചെയ്യുക, ബിലീവ് ഇറ്റ് ഫസ്റ്റ്, പിന്നെ വിശ്വസിക്കുക, റിസീവ് ഇറ്റ് നെക്സ്റ്റ്. ഓക്കെ, ഫീൽ ഇറ്റ് ഫസ്റ്റ്, ബിലീവ് ഇറ്റ് സെക്കൻഡ്, റിസീവ് ഇറ്റ് നെക്സ്റ്റ്. അപ്പോൾ ആദ്യം ഫീൽ ചെയ്യുക, പിന്നെ വിശ്വസിക്കുക, പിന്നെ റിസീവ് ചെയ്യുക, സ്വീകരിക്കുക. ഓക്കെ, ഇതെല്ലാവരും ഡെയിലി പ്രാക്ടീസ് ചെയ്യണേ. പ്രാക്ടീസ് ഡെയിലി. ഫീൽ ഇറ്റ് ആസ് റിയൽ. യൂണിവേഴ്സ് ഈസ് ആൾവേസ് ലിസണിങ്. യൂണിവേഴ്സ് നമ്മളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫീൽ ഇറ്റ് ആസ് റിയൽ. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് നമ്മൾ ആ ഒരു ഡ്രീം ലൈഫിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ എന്താ പറയുക, സങ്കല്പിക്കുക. ആ ഒരു ഫീലിൽ നമ്മൾ ജീവിക്കുക. ഓക്കെ, അത് റിയലായി എന്നുള്ളൊരു ഫീല് ജീവിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധ്യമാവും, എല്ലാം സക്സസ് ആവും. ആരും വിഷമിക്കേണ്ട. ഞാൻ ഈ പറയുന്ന ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ എല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം, നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടല്ലോ അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് ആ ചലഞ്ചസിനെ എല്ലാം മാറ്റി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും തന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഞാൻ ഈ ഒരു കാര്യം കൂടെ പറയാം. ഞാനൊരു ഹാപ്പിനെസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ ഹാപ്പിനെസ് ഡേയ്സ്, അതായത് എല്ലാവർക്കും ഹാപ്പിനെസ് നേടിയാൽ മാത്രമേ നമ്മുടെ വൈബ്രേഷൻ്റെ തലം ഉയർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു 21 ഡേയ്സ് ഹാപ്പിനെസ് ക്ലാസ് ഈ ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഈ വാട്സപ്പ്
ലിങ്ക് താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഓക്കെ, എന്നിട്ട് നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. ഞാൻ അതിനുള്ള ഒരു വെബിനാർ തരുന്നതായിരിക്കും, ഫ്രീ വെബിനാർ. അതിനുശേഷം നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പിനെസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ ഗ്രൂപ്പിൽ ഹാപ്പിനെസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ ചെയ്താൽ നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധിക്കും. എല്ലാവരും ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള സോൾഫുൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു സോ മച്ച്. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.